നാടൻ വിഭവങ്ങളും നാടൻ രുചിയുമായി തുളസിയാൻ പൂജ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ കാപ്പികളൊക്കെ വീണ്ടും പഴുക്കാൻ തുടങ്ങി. ഇത് കണ്ടോ, കാപ്പികളൊക്കെ ഒന്ന് കളറ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാപ്പിയൊക്കെ അടുത്ത മാസം ഡിസംബറിൽ നിന്ന് പറിക്കാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് കളങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ ഒന്ന് കാപ്പിയൊക്കെ പറിക്കാൻ തുടങ്ങണം. അതിന് വേണ്ടി മരുന്നടിക്കലും കാര്യങ്ങളുമാണ്. ഇത് കണ്ടോ, കാപ്പിയൊക്കെ കളറ് മാറിയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ എന്താക്കണമെന്ന് ചോദിച്ചാൽ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അടുത്ത പ്രാവശ്യത്തേക്ക് ഇത് പറിക്കാൻ തുടങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ കാളമൊക്കെ മരുന്നടിച്ചൊന്ന് ക്ലീൻ ആക്കി ലക്ഷ്യമാക്കുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഓക്കെ. ഹലോ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കളം. ഇതിനകത്ത് പുല്ലും ഇതും നിറഞ്ഞിരിക്കും. ഇനിയിപ്പോൾ ഇതിൽ നമുക്കൊന്ന് മരുന്നൊക്കെ അടിച്ച് വിട്ടിട്ട് അടുത്ത മാസത്തേക്ക് വേണ്ട ഇതിലേക്ക് നമുക്ക് താമസത്തിനുള്ള സൗകര്യമൊക്കെ ആക്കണം. ഇതിൽ ഞങ്ങൾ മരുന്നടിക്കാൻ വന്നിരിക്കുക. ഇപ്പം നമ്മൾ ഇതാ നമുക്ക് പണിക്കാരൊക്കെ ഉണ്ട്, അവരെ കൊണ്ട് മരുന്നൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഈ മരുന്നാണ് ഞങ്ങൾ ഇതിനു വേണ്ടി അടിക്കുന്നത് കേട്ടോ. ഈ മരുന്ന് അടിച്ചാൽ വേഗം കാടുകളൊക്കെ ചാവും. എന്നിട്ട് ഇതൊന്ന് തൂമ്പ ഉപയോഗിച്ച് നമുക്കിതിനെല്ലാം ഒന്ന് ചെത്തി ക്ലീനാക്കി ഒന്നെടുക്കണം. പണിക്കാരൊക്കെ ഉണ്ട്, അവരൊക്കെ ഇതിൽ നടക്കുക. ഇത് മരുന്ന് കലക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിനെ നമ്മളിങ്ങനെ ബന്ദിക്ക് ഉപയോഗിച്ച് മുക്കിയെടുത്തിട്ട് മരുന്നിൻ്റെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും, മെഷീനിലേക്ക്. ഇത് മരുന്നടിച്ചുകൊണ്ടിട്ട് ഇത് കണ്ട പുറത്ത് മെഷീനൊക്കെ ഇട്ട് തലയൊക്കെ മൂടി കെട്ടിയിട്ടാണ് ഇത് നമ്മൾ അടിച്ചിട്ടുള്ളത്. എന്തെന്ന് പറഞ്ഞാൽ ഇത് മൂക്കിലേക്ക് പോയാൽ ഇത് ഭയങ്കര വിഷാംശമുള്ളതാണ്. നമ്മുടെ കളത്തിൻ്റെ പുറകിലായിട്ട് പ്രകൃതി രമണീയമായ ഒരു പുഴയാണ് ഒഴുകുന്നത്. ഇതിൻ്റെ അടുത്താണ് നമ്മൾ കളമാക്കിയിരിക്കുന്നത്. ഈ പുഴ വേനൽക്കാലത്തൊക്കെ ഇതിൽ വെള്ളം ഉണ്ടാവും. നമ്മൾ ഇവിടുന്ന് മുക്കിയെടുത്തിട്ട് കുളിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കുക. ഇത് മരുന്നടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി പൂജ മോള് വണ്ടിയെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെക്കുന്ന രംഗമാണ് ഈ കാണുന്നത്. അവിടെയൊക്കെ നിന്നാലും അത് പ്രശ്നമാവുമല്ലേ, അതിന് വേണ്ടിയാണിത്. ഗൈസ്, ഞങ്ങളിതാ മരുന്നൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരുന്നിൻ്റെ അടി കഴിഞ്ഞ് ഇനി ഒരു മാസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടേക്ക് വരും താമസത്തിന് വേണ്ടി. അടുത്ത ഡിസംബറിൽ നിന്ന് ഇനി ഇവിടെ ആയിരിക്കും. അപ്പോൾ വീണ്ടും നിങ്ങൾക്ക് അവിടുത്തെ വീഡിയോ ഞങ്ങൾ കാണിച്ചു തരുന്നു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. വീണ്ടും കാണാമെന്ന് നിങ്ങളുടെ തുളസിയാൻ പൂജ. ബൈ ബൈ. ഓക്കെ.